Hello, welcome to our channel Food and Travels. ആദ്യം തന്നെ ഞങ്ങളുടെ ഷെഫിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ഉസ്മാൻ ഖാൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ഒരു അടിപൊളി ഇറ്റാലിയൻ പിസയാണ്. ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ഈസ്റ്റ്, ഒലിവ് ഓയിൽ, മൈദ 2 kg. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 സ്പൂൺ പഞ്ചസാര. ആദ്യം തന്നെ ഈസ്റ്റ് നമുക്കൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. ഗ്രൈൻഡർ ഇല്ലാത്തവർക്ക് കൈ കൊണ്ട് വേണമെങ്കിൽ മിക്സ് ചെയ്ത് ഡഫ് ഉണ്ടാക്കാം. പിന്നെ 1 കപ്പ് ഗോതമ്പ് പൊടി കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഒലിവ് ഓയിൽ. പിന്നെ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡഫ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രൈൻഡർ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ കൈ കൊണ്ട് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യാം. പിന്നീട് ഗ്രൈൻഡറിനെടുത്ത ശേഷം മാവ് ഒന്ന് നന്നായിട്ട് കുഴയ്ക്കാം. പിന്നെ നമ്മൾ സ്ലാബിൽ കുറച്ച് മൈദ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്ലൈ ചെയ്തതിന് ശേഷം അത് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റാം. ഒലിവ് ഓയിൽ നന്നായിട്ടൊന്ന് പുരട്ടിയതിന് ശേഷം റെഫ്രിജറേറ്ററിൽ വെക്കാം. ഇനി അത് 2 മണിക്കൂർ റെഫ്രിജറേറ്റ് ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ബേസ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പം മാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം അത് നന്നായി പരത്തിയെടുക്കാം. ഇതാണ് 20 മാത്രം കിട്ടുന്ന ഷാജി പിസ്സ. പിന്നീട് പിസ്സ സോസ് ബേസിൽ എല്ലാ ഭാഗത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം.
ഫസ്റ്റ് ലെയറിലേക്ക് മൊസറല്ല ചീസ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. പിന്നീട് സ്ലൈസ് ചെയ്ത് വെച്ച ക്യാപ്സിക്കം തക്കാളിയും അതിന് മുകളിൽ വെച്ചെടുക്കാം. പിന്നെ ഡെക്കറേഷൻസിന് വേണ്ടി കുറച്ച് ഒലിവ്, പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ ചിക്കൻ സോസേജ് സ്ലൈസസ് എല്ലാം നമുക്ക് അതിലിട്ട് കൊടുക്കാം. ഇനി ഒരു സെക്കൻഡ് ലെയറായി നമുക്ക് മൊസറല്ല ചീസ് നന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പിസ്സ ബേക്ക് ചെയ്യാം. അതിനുവേണ്ടി 200 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമുക്ക് പിസ്സ മാറ്റാം. TG ഓവനിലാണ് ഞങ്ങൾ ബേക്ക് ചെയ്യുന്നത്. കൺവെക്ഷൻ മോഡിൽ 180 ഡിഗ്രിയിൽ 15 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിസ്സ സെർവ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് റെസ്റ്റോറൻറ്റിലെ പോലെ അതേപോലെ ടേസ്റ്റിൽ കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ റെസിപ്പി ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക.